ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ ഏറ്റവും അവസാനം തൃശ്ശൂരിനെ കുറിച്ചാണ് ഷാബു പ്രസാദ് സാർ പറഞ്ഞു വെച്ചത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് തൃശ്ശൂര് 1 വർഷം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതായത് തൃശ്ശൂർ ജില്ലയിൽ ആകെ ഉണ്ടായ കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി മറുപടി നൽകിയിരിക്കും എന്നുള്ളതാണ്. അതാണല്ലോ ഈ സൂചിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ എന്തായാലും ഷാബു പ്രസാദ് സാറ് അവിടെ ബി ജെ പിക്ക് ഈ 75% നിന്ന് 70% വോട്ട് ശതമാനം കുറഞ്ഞപ്പോൾ അത് ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരിക്കാം കുറഞ്ഞു പോയത് എന്ന അഭിപ്രായം എനിക്ക് സാങ്കേതികമായി മനസ്സിലാകുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൃഷ്ണകുമാറിന്റെ പ്രതികരണം തന്നെ അദ്ദേഹം തന്നെ പറയുന്നു, ഈ വോട്ട് ശതമാനം കുറഞ്ഞത് ഞങ്ങളെ ബാധിക്കാനേ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഏതെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ കൃത്യമായി ഞങ്ങൾ വോട്ട് പോൾ ചെയ്യിപ്പിച്ചു. ആ കണക്കുകളടക്കം നിരത്തിയാണ് പറഞ്ഞത്. പക്ഷേ ആ വോട്ട് പോൾ ചെയ്യിപ്പിച്ചയിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറ്റം നടത്തിയെന്ന് വോട്ടെണ്ണലിൻ്റെ ഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായതാണ്. അതിനുശേഷമുള്ള ഡേറ്റകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന വോട്ടുകൾ എന്ന് ബി ജെ പി ആവർത്തിച്ച് പറഞ്ഞ വോട്ടുകൾ അതിപ്പോൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും ഏതാണ്ട് 3000-ന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഡേറ്റകളിൽ, 4000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ. അഭിലാഷേ, ഞാൻ ഈ 3 വാദങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് കേൾക്കുകയായിരുന്നു. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ മതിയാവും. പാലക്കാട് മാത്രമായിട്ട് ബി ജെ പിക്ക് എതിരായ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ചേലക്കരയിലില്ലാത്ത, കേരളത്തെ മൊത്തത്തിലെടുത്താൽ ഇല്ലാത്ത ഒരു ബി ജെ പി വിരുദ്ധ വികാരം പാലക്കാട് ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ചേലക്കരയിലും പ്രതിഫലിച്ചേനെ. മറിച്ച് ഇത് പാലക്കാട് മാത്രമായി പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ കാരണം ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ അല്ല. പാലക്കാട് മാത്രമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ സത്യസന്ധമായി അന്വേഷിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി ജെ പിയിൽ വിശ്വസിക്കുന്ന, ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന, ബി ജെ പിയെ മനസ്സിൽ എന്താ പറയുക പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം വോട്ടർമാർക്ക് ഈ സ്ഥാനാർത്ഥി സ്വീകാര്യനായിരുന്നില്ല. മറിച്ച് അവരുടെ മനസ്സിൽ കുറെ കൂടി കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള, നിഷ്പക്ഷ വോട്ടുകൾ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, അത് അവർ പരസ്യമായി തന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമായിരുന്നു. ഇനി ശോഭ മത്സരിക്കുന്നില്ലെങ്കിൽ സാക്ഷാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമായിരുന്നു എന്നൊരു വികാരം പാലക്കാട്ടെ ബി ജെ പി സപ്പോർട്ടേഴ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മാത്രം വികാരമായിരുന്നില്ല. മറിച്ച് നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ച ശിവരാജനെ പോലുള്ള ദേശീയ കൗൺസിൽ അംഗം ശിവരാജനെ പോലുള്ളവർക്ക് എനിക്ക് നേരിട്ടറിയാവുന്ന പല കൗൺസിലർമാരുടെയും മനസ്സിൽ, അതുപോലെ തന്നെ മധ്യതലത്തിലുള്ള പല നേതാക്കളുടെയും മനസ്സിൽ ഒക്കെ, മൂത്താൻ തറയിലെ തന്നെ പല നേതാക്കളുടെയും മനസ്സിൽ ഈ ഒരു വികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വികാരം ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തയ്യാറായില്ല എന്നിടത്താണ് പ്രശ്നത്തിന്റെ തുടക്കം. നമുക്കറിയാം, കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ ഡൗൺ ടു എർത്ത് ആണ്. പാലക്കാടിനെ ഏറ്റവും വ്യക്തിപരമായിട്ട് പാലക്കാട്ടുകാരെയും പാലക്കാട് നഗരത്തെയും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന, ഉൾക്കൊള്ളുന്ന വ്യക്തിബന്ധങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് ഈ പാലക്കാട് ഒരു വലിയ സ്ഥാനമുണ്ട്. നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘടനാ പദവികൾ നൽകുമ്പോഴൊക്കെയും കൃഷ്ണകുമാറിന് മുന്തിയ പദവി നൽകുന്നു. ഇനി മത്സരം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് രംഗം വരുമ്പോഴും ആ ഘട്ടത്തിലും കൃഷ്ണകുമാർ പലപ്പോഴും കൂടുതൽ പരിഗണിക്കപ്പെടുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു, അസംബ്ലിയിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു, അതുപോലെ തന്നെ മറ്റു നഗരസഭയിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്നവരോ എപ്പോഴും മുൻപന്തിയിലെത്തുന്നു. അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നൊരു തോന്നൽ പാലക്കാട്ടെ ബി ജെ പി നേതാക്കൾക്കിടയിലും പാലക്കാട്ടെ പ്രവർത്തകർക്കിടയിലും. മാത്രമല്ല, ഈ സുരേന്ദ്രന്റെ ഈ അപ്രമാദിത്വം, ഏത് ഘട്ടത്തിലും സുരേന്ദ്രൻ കൃഷ്ണകുമാർ ആ ഒരു കോംബോ ഉണ്ടാകുന്നു. ആ ദ്വന്ദ്ം എപ്പോഴും പാലക്കാടൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായി നിലയുറപ്പിക്കുന്നു. അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ
അവർ വിചാരിക്കുന്നവർ മാത്രം സ്ഥാനാർത്ഥികളാകുന്നു എന്നൊരു തോന്നൽ അവിടെയുണ്ട്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഈ അല്ല, കൃഷ്ണകുമാർ അതൊരു വിരുദ്ധ തോന്നലാണോ അതൊരു യാഥാർത്ഥ്യമാണോ ശ്രീ ജോർജ് പൊടിപ്പാറ? യാഥാർത്ഥ്യമാണല്ലോ. നമ്മൾ നോക്കുമ്പോൾ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ സാധാരണ BJP പ്രവർത്തകർ അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പൊ പാർലമെന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ കൃഷ്ണകുമാർ മത്സരിച്ചു. അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ മത്സരിച്ചു. ഇപ്പൊ ഇതാ വീണ്ടും പാലക്കാട് അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകും. അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഒരു പരിധി വരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അവരുടെ പേര് ശക്തമായി വന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ആ മോഹം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പകരം മറ്റൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി വന്നു എന്നതൊക്കെ പാലക്കാടൻ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമുക്ക് അപ്പോൾ അവിടെയാണ് ഈ സന്ദീപ് വാര്യരുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് അധികം ചർച്ച ചെയ്യാൻ എനിക്കും താല്പര്യമുള്ളതല്ല, കാരണം ദിവസങ്ങളോളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. എങ്കിൽ പോലും അവിടെ സന്ദീപ് വാര്യരെ പോലെയുള്ളവർ പിണങ്ങിപ്പോയി, മറ്റുള്ളവർ പിണക്കം ഉള്ളിൽ കൊണ്ടു നടന്നു. അവിടെയാണ് പ്രശ്നം വന്നത്. അത് പറയാം. അതായത് സന്ദീപ് വാര്യർ പോയപ്പോ അവരത്ര ഗവനിച്ചില്ല. ഒരു ഘട്ടത്തിലെങ്കിലും, ആദ്യ ഘട്ടത്തിൽ നിന്ന് പകച്ചെങ്കിലും, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ വൈകാരികമായ ആ പോസ്റ്റൊക്കെ കുറച്ച് ചലനങ്ങൾ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായെങ്കിലും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് നിഷ്പക്ഷരായ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ, കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും പറഞ്ഞത് എന്താ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് അസമയത്താണ്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് അതിലൂടെ നഷ്ടമായോ എന്നൊരു സംശയം പോലും പലരും പ്രകടിപ്പിച്ചു. സന്ദീപ് വാര്യർ ഘടകം BJPയിൽ ഒരു നിരക്കും ഒരു സ്വാധീനവും ചെലുത്തില്ല, വോട്ടിനെ സ്പർശിക്കുക പോലുമില്ല. മറിച്ച് എന്താ സംഭവിച്ചത്? സന്ദീപ് വാര്യർ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസ് അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിലൂടെ സത്യം പറഞ്ഞാൽ പാലക്കാടൻ രാഷ്ട്രീയത്തിൽ BJPയിൽ ഉണ്ടായിരുന്ന ആ ചില പിണക്കങ്ങളൊക്കെ മാറുകയും BJP ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയും അവസാന ഘട്ടത്തിൽ RSS ആണ് പ്രചരണം ഏറ്റെടുത്തത്. അതുവരെ നഗരസഭയിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ നഗരസഭയിൽ ചെതറുമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടർച്ച ഉണ്ടാകുമെന്ന് കരുതിയ മേഖലകളെല്ലാം, മൂത്താന്തറ ഉൾപ്പെടെയുള്ള കൽപ്പാത്തി പോലെയുള്ള മേഖലകളിലെല്ലാം അതുവരെ ഇല്ലാത്ത പ്രചരണത്തിന്റെ ഒരു എന്താ പറയാ, തീവ്രമായ രീതിയിൽ വീട് തോറും RSS സ്ക്വാഡുകൾ കയറി ഇറങ്ങുന്നു, BJP സ്ക്വാഡുകൾ കയറി ഇറങ്ങുന്നു. എല്ലാ അർത്ഥത്തിലും ഉഴുതുമറിക്കുന്ന, ഇളക്കി മറിക്കുന്ന, ആരെങ്കിലും ഒന്ന് ആടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിൽ, അവരെ ചേർത്തണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രചണ്ഡമായൊരു പ്രചരണം നടന്നു. അതുകൊണ്ട് ഉർവശി ശാപം ഉപകാരമായി തീർന്നു എന്നുള്ളാലെങ്കിലും BJP നേതാക്കൾ വിശ്വസിച്ച ഒരു സമയം. അത് പോളിംഗിന് തൊട്ട് മുമ്പുള്ള ദിവസവും പോളിംഗ് ദിവസമൊക്കെ അവരങ്ങനെയാണ് വിചാരിച്ചതും വിശ്വസിച്ചതും. അതുകൊണ്ടാണ് താങ്കൾ തുടക്കത്തിൽ പറയുന്ന കെ സുരേന്ദ്രന്റെ പോസ്റ്റ് ഉണ്ടായതും. മാത്രമല്ല, നഗരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എന്ന് ഒരു ധാരണയും തുടക്കത്തിൽ അവർക്കുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സന്ദീപ് വാര്യർ ഘടകം ഉണ്ടായി എന്നതൊരു സത്യമാണ്. മാത്രമല്ല, BJPയോട് ഇടഞ്ഞു നിന്ന, നേരത്തെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച ആ BJPയിലെ നേതാക്കളുടെ മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം BJPക്ക് ഗണ്യമായ, നേരത്തെ പറഞ്ഞല്ലോ, ചെയർപേഴ്സന്റെ വാർഡില്, വൈസ് ചെയർപേഴ്സന്റെ വാർഡുകളിൽ, എന്താ പറയാ, ചില കൗൺസിലർമാരുടെ വാർഡുകളിൽ BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ കൽപ്പാത്തി പോലുള്ള മേഖലകളിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. മൂത്താന്തറ ഉൾപ്പെടുന്ന ആ വാർഡുകൾ എണ്ണി 5ാം റൗണ്ടിലോ 6ാം റൗണ്ടിലോ 1414 വോട്ടിന് ഒരു ഘട്ടത്തില് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തപ്പോ ആ ഒരു റൗണ്ടിൽ മാത്രമാണ് ആ ലീഡ് മറികടന്ന് വീണ്ടും 900ഓളം വോട്ടിന് BJP കൃഷ്ണകുമാർ ലീഡിലെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. യഥാർത്ഥത്തിൽ ആ റൗണ്ടിലാണ് BJPക്ക് ഒരു 2500 വോട്ടിന്റെ ലീഡ് കിട്ടിയത്. അത് വിട്ടാൽ അതിന് മുമ്പോ അതിന് ശേഷമുള്ള റൗണ്ടുകളിൽ ഒന്നും BJPക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അവർ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല. അപ്പൊ എന്തുകൊണ്ടത്? എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ, കൃഷ്ണകുമാർ എന്ന നേതാവിനെ ഉൾക്കൊള്ളാൻ പാലക്കാട്ടെ പാർട്ടി തയ്യാറായില്ല. അതുകൊണ്ടാണ് നഗരസഭാ മേഖലയിൽ BJP ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 4590 വോട്ടിന്റെ ചോർച്ചയുണ്ടായത്. അല്ലാതെ വെറുതെ സംഭവിക്കൂ? ഒരിക്കലും സംഭവിക്കാം. നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആ വലിയ എന്താ പറയാ സ്റ്റാൾവാർട്ടായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 6-7000 അല്ലെങ്കിൽ 8-9,000 പേഴ്സണാലിറ്റി വോട്ട് കിട്ടി എന്ന് പറയുന്ന BJP ഏതെങ്കിലും ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നോ? അന്ന് കിട്ടാതെ പോയ വോട്ടുകൾ പോലും, അന്ന് ചോർച്ചയുണ്ടായ മേഖലകളിൽ പോലും ഞങ്ങൾ
എല്ലാ പഴുതുമടച്ച് ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോളിംഗ് ബൂത്തിൽ എത്തിച്ചു. ഒന്നും ഞങ്ങൾക്ക് പേടിക്കാനില്ല. ഞങ്ങൾ അങ്ങേറ്റം 100% കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ആ പോളിംഗിന് ശേഷം കെ സുരേന്ദ്രനും കൃഷ്ണകുമാറും മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളോട് പ്രതികരിച്ചതൊക്കെ. പിന്നെ എവിടെയാണ് ഇത് സംഭവിച്ചത്? അവർക്ക് കാണാൻ കഴിയാതെ പോയ എന്താ പറയാ അടിയൊഴുക്കുകളാണ്. ആ അടിയൊഴുക്കുകൾ എന്ന് പറയുന്നത് BJPക്ക് അകത്ത് തന്നെ ഉണ്ടായ അടിയൊഴുക്കുകളാണ്. ആ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് BJPയുടെ പരാജയം തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്നിട്ട് ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്നും എത്രത്തോളം സിൻസിയർ ആയിട്ട് അവരവിടെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിയെന്നും, അതുപോലെ കൃഷ്ണദാസിനെ പോലെയുള്ള MT രമേശിനെ പോലുള്ളവരെയൊക്കെ എത്ര കണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്ര കണ്ട ആത്മാർത്ഥമായിട്ട് അവർ രംഗത്തിറങ്ങി എന്നുള്ള ചോദ്യം എല്ലാം പ്രസക്തമാണ്. മാത്രമല്ല, ഇവർ പിരായിരിയിലൊക്കെ ഇക്കുറി ഒരിക്കലും ഉണ്ടാകാത്ത പോലെ RSS വളരെ ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷെ അതുകൊണ്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. മാത്തൂരും കണ്ണാടിയിലും ഒക്കെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത അളവിൽ BJPയുടെ പ്രചരണം നടന്നു. പക്ഷെ ഇതൊന്നും എന്താ പറയാ ഫലവത്തായില്ല. അവർ പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക് റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ BJP അതിശക്തമായി തന്നെ അത് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, കൃത്യമായി തന്നെ ഒരു ആത്മപരിശോധന, ഒരു ഇന്റേണൽ പരിശോധന, ആഭ്യന്തര പരിശോധന നടത്തണം. ആ പരിശോധനയാണ് BJP ഇനി ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അവിടെ ശ്രീ കൃഷ്ണദാസ്